Hello friends, welcome back to our channel. അപ്പോൾ ഇപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ ഇന്നൊരു മട്ടൺ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാളയാണ്, പിന്നെ മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് വറുക്കാൻ ആവശ്യമായിട്ടുള്ള സവാള, 2 തക്കാളി, വേപ്പില, നാരങ്ങ, പിന്നെ ഇതൊക്കെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. റൈസിന് പകരം ഉപയോഗിക്കുന്നത് അരി കുതിർത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ആദ്യം തന്നെ ആസ് യൂഷ്വൽ നമ്മൾ മസാലയാണ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടൻ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത മട്ടൺ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പോൾ നമ്മൾ കുറച്ച് പൗഡേഴ്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പിന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അത് നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് ഒണിയൻ, അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, വേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ആ മസാലയൊക്കെ ആ പീസിൽ നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് ആ സ്റ്റോക്ക് റൈസിന് വേണ്ടിയിട്ട് വേണം, അതിനാണ് വെള്ളം ഒഴിക്കുന്നത്. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീയും കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിനി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ഈ സംഭവം ഇട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മുന്തിരിയും സവാളയും നമുക്ക് വറുത്തെടുക്കാം. പിന്നെ ഈ സവാള റെഡി ആയി കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി റൈസാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ യൂസ് ചെയ്ത ഓയിൽ തന്നെ ഉപയോഗിക്കാം. അതിലേക്ക് നമ്മുടെ മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലിപ്പോൾ ഓൾറെഡി ചൂടായതുകൊണ്ട് അധികം നേരം വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് ഉടനെ തന്നെ റൈസും ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി ഒരു നല്ല സ്മെല്ലൊക്കെ വന്നതാണ് ഇതിൻ്റെ പാകം. നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി 4 കപ്പ് വെള്ളം വേണം. അതിൽ 2 കപ്പ് നേരത്തെ നമ്മൾ മാറ്റി വെച്ച മട്ടൻ്റെ സ്റ്റോക്കാണ് യൂസ് ചെയ്യണത്. ബാക്കി 2 കപ്പ് നോർമൽ വാട്ടർ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ ഡബിൾ. ഇപ്പോൾ ഞാൻ 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 4 കപ്പ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് തിള വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സിമ്മിലേക്ക് മാറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 8 മിനിറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് റെഡിയാക്കാം. അപ്പോൾ ഇനി നമ്മൾ മസാലയാണ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്ത കുക്കറിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന സവാള, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ
നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ 2 തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു 1.5 പോർഷനേ ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു ഹാഫ് നമ്മൾ പിന്നെ ചേർക്കും. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ ഒപ്പം ഇടുക. എന്നാലേ രണ്ടും കൂടെ ഒരുമിച്ച് വെന്ത് നന്നായിട്ട് വെന്തുടഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടത് വഴറ്റിയെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എടുത്തു വെക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഗരം മസാല ഒരു 2 ടീസ്പൂൺ, അതുപോലെ തന്നെ മല്ലിപ്പൊടി 3 ടീസ്പൂൺ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് റെഡിയാക്കി വെക്കാം. സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തു വെച്ച പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊടികളൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ റൈസ് വെച്ചിട്ട് ഏകദേശം ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ ഒന്ന് തുറന്നു നോക്കിയപ്പോഴേക്കും റൈസൊക്കെ വെന്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഒരു വെള്ളം വലിയാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്നുകൂടെ അത് അടച്ചു വെച്ചു. ഇനി മസാല നമ്മളിപ്പോൾ ചേർത്ത പൊടിയൊക്കെ മൊരിഞ്ഞ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു 1/2 തക്കാളിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതൊന്ന് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. വേണമെങ്കിൽ തൈരും ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ തൈരിൻ്റെ ആ ഒരു ഇതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി പാകത്തിനാണോ നോക്കിയിട്ട് നമുക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ച മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റോക്ക് 2 കപ്പ് റൈസിന് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില, വേപ്പില ഇതൊക്കെ ചേർത്തിട്ട് ഇത് നമുക്ക് ഉടനെ തന്നെ അടച്ചു വെക്കാം. കാരണം ഇതിൻ്റെ സ്മെല്ലൊട്ടും പുറത്തു പോകാണ്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ റൈസിലേക്ക് വരുമ്പോൾ റൈസ് എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ദമ്മിടേണ്ടവർക്ക് ദമ്മിടാം. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് യൂഷ്വലി ചെയ്യാറ്. അപ്പോൾ ഓവൻ്റെ ട്രേയിലേക്ക് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റൈസ് ആഡ് ചെയ്യാണ്. കംപ്ലീറ്റ് റൈസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് 4 വശത്തോട്ടും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച ഐറ്റംസൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മല്ലിയില, പുതിനയില ഒക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഐറ്റംസും നമുക്കിതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു സൈഡിലായിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മട്ടൺ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നന്നായിട്ടൊന്ന് ഒരു സൈഡിലാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഓവനിൽ വെക്കും. ഓവനിൽ മീൻസ് ഒരു 10 മിനിറ്റോളം നമ്മൾ വെക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മട്ടൻ ബിരിയാണി റെഡി. അപ്പോൾ ഇങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ മന്തിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്മോക്ക് ചെയ്യണ പോലെ ആ ഒരു രീതിയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റാണ് ഞാനൊന്ന് ഓവനിൽ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മട്ടൻ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ മട്ടൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കുക. ഇനി അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് ഒരു ട്രാവൽ വ്ലോഗ് ആയിരിക്കുള്ളൂ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോൻ്റെ അപ്ഡേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.